സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പാഠഭേദത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം എൻ്റെ വ്യക്തിപരമാകുന്ന ചില വിശദീകരണങ്ങൾ, എന്നോട് ചിലർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് വിശദീകരണങ്ങൾ, അതാണ് ഈ പാഠഭേദത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള നിലപാടുകളെ വിശദീകരിക്കുന്നത് പാഠഭേദത്തിൽ പറയണമെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊരു പാഠം ഉണ്ടെന്നുള്ളത് കൊണ്ട് പാഠഭേദത്തിൽ തന്നെ പറയുകയാണ്. വിഷയത്തിന് ആസ്പദമായ ആ ഒരു അനുഭവങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം, അതായത് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ആസാദിയുടെ പ്രേക്ഷകർ പലരും എനിക്കൊരു വീഡിയോ ഇട്ട് തരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, ഈ വീഡിയോയ്ക്കകത്ത് പാസ്റ്ററെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്, ഇതൊന്ന് കേട്ടു നോക്കണം, എന്താണ് പാസ്റ്ററെക്കുറിച്ച് പറയുന്നതെന്ന് കേൾക്കണം. ഞാൻ സാധാരണയായിട്ട് പല ആളുകളും നമ്മൾ ഈ പ്രസംഗിക്കുന്നതിലോ അല്ലെങ്കിൽ പാഠഭേദം ചെയ്യുന്നതിലോ ഒക്കെ ചില വാചകങ്ങളൊക്കെ എടുത്ത് അവരുടെ വീഡിയോയിൽ റെഫർ ചെയ്യാറുണ്ട്. അപ്പം ഞാനതൊരു വലിയ വിഷയമാക്കി കാണുകയില്ല. ചിലപ്പോഴൊക്കെ റെഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതിനെ അനുകൂലിച്ചാകാം, ചിലപ്പോൾ എതിർത്തുകൊണ്ടാകാം. പക്ഷേ അതത്ര കാര്യമാക്കാറില്ല ഞാൻ. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം ഒരു 10-20 സെക്കൻഡൊക്കെ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് വഴക്കുണ്ടാക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം അതൊരു ഫെയർ യൂസ് പോളിസിയുടെ ഭാഗമായിട്ട് അവർക്കൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഒരു ഭാഗം എടുത്തെന്ന് മാത്രമേ ഉള്ളല്ലോ. അത് ഓക്കെ ആണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ പറയട്ടെ, അങ്ങനെ ഉണ്ടാക്കിയ വീഡിയോയോടുള്ള ഒരു എതിരല്ല ഈ പാഠഭേദം, മറിച്ച് ചില നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഈ പാഠഭേദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലരും എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഈ വീഡിയോ പാസ്റ്റർ ഒന്ന് കണ്ടിട്ട് ഒരു മറുപടി കൊടുക്കണം. ഞാൻ ഇത്രയും ആളുകൾ നിർബന്ധിച്ചപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു. എനിക്ക് മനസ്സിലായി മറുപടി കൊടുക്കേണ്ടതായിട്ട് എനിക്കെതിരായിട്ടൊന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോ ഇട്ട് തന്ന ചിലർ എന്നോട് പറഞ്ഞത്, പാസ്റ്റർ ഞങ്ങൾ ഈ വീഡിയോ കണ്ടില്ല, വീഡിയോ കാണാതെ തന്നെ പാസ്റ്ററുടെ ഒരു ഫോട്ടോ ആ തമ്പനെയിലിൽ കണ്ടപ്പോൾ പാസ്റ്ററെക്കുറിച്ച് എന്തോ പറഞ്ഞതാണെന്നുള്ള ഒരു ചിന്തയിലിട്ട് തന്നതാണ്. അങ്ങനെ വീഡിയോ കാണാതെ തമ്പനെയിൽ മാത്രം കണ്ട് ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നവർക്ക് അവർക്കുണ്ടായൊരു ഫീലിംഗ്, ഒരു സംശയം, ആ വീഡിയോയിൽ എനിക്കെതിരെ എന്തോ സംസാരിച്ചിരിക്കുകയാണ്, അങ്ങനൊരു സംശയമാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ വീഡിയോയ്ക്കകത്ത് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് നല്ല കാര്യമാണ് പറയുന്നതെങ്കിലും പുറമേ ആ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. അപ്പോൾ മനസ്സിലാക്കണം, 10-30,000 ആളുകൾ കണ്ട ഒരു വീഡിയോയാണ്. 30,000 ആളുകൾ കണ്ട ഒരു വീഡിയോയുടെ തമ്പനെയിൽ ഈ യൂട്യൂബിൻ്റെ ഒരു കണക്കനുസരിച്ച് കുറഞ്ഞത് 3 ലക്ഷം ആളുകൾ കണ്ടിരിക്കാം. വീഡിയോ അല്ല, തമ്പനെയിൽ കണ്ടിരിക്കാം. കാരണം ഈ അതിൻ്റെ ഒരു ഇംപ്രഷൻ റേറ്റ് ഉണ്ട്. 1 ലക്ഷം ആളുകൾക്ക് ഒരു തമ്പനെയിൽ അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ ഒരു വീഡിയോ അയക്കുമ്പോഴാണ് 7,000, 8,000, 10,000 പേരൊക്കെ ആ വീഡിയോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 25,000, 30,000 ആളുകൾ കണ്ട ഒരു വീഡിയോ ഒരു 3 ലക്ഷം ആളുകൾ അതിൻ്റെ തമ്പനെയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അവരുടെ അടുക്കൽ റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ 3 ലക്ഷത്തോളം ആളുകൾ ആ തമ്പനെയിൽ കണ്ടപ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി കാണും, ഇത് ഈ ആസാദിലെ ഫിന്നി പാസ്റ്റർക്കെതിരായിട്ടുള്ള വീഡിയോ ആണ്. സത്യത്തിൽ അതല്ല. ബദേൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മളൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ആ ഒരു സഹോദരി വന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. ആ സഹോദരി പറയുന്ന ആശയങ്ങൾ വളരെ നല്ലതാണ്. പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലാണ് താൻ ജനിച്ചത്. ആ കുടുംബം, ആ പെൺമക്കൾ എങ്ങനെ ആ കുടുംബത്തിന് അനുഗ്രഹമായി എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ആ വീഡിയോ ആരംഭിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം മുംബൈ പട്ടണത്തിൽ ട്രെയിനിൽ പ്രസംഗിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആ സഹോദരി റെഫർ ചെയ്യുകയാണ്. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, ഫിന്നി പാസ്റ്ററെക്കുറിച്ചുള്ള എൻ്റെ ബഹുമാനം ഒന്ന് കൂടി. ഇതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോയുടെ അകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ ടൈറ്റിലും തമ്പനെയിലും കൂടെ ആളുകൾ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. പലരും അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. ചിലർക്ക് ഇങ്ങനെ വരെ സംശയമുണ്ടായി, ഞാൻ സ്ത്രീകൾക്കെതിരെ എന്തോ സംസാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആ ടൈറ്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് തോന്നി. ആ വീഡിയോയുടെ അല്പഭാഗം ഞാൻ നിങ്ങളെ
കാണിക്കുകയാണ്. നമ്മൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ പാസ്റ്റർ ഫിന്നി ആസാദി ചാനലിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. ഒരു വിഷയം കാണുമ്പോൾ, ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ വായിൽ നിന്നും അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. പാസ്റ്റർ ഫിന്നിയോട് ബഹുമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം ആ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ ലജ്ജയില്ലേ എന്ന് ഒരു പക്ഷേ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർക്ക് ഒരു തോന്നൽ വന്നേക്കാം. എന്നാൽ പാസ്റ്റർ ഫിന്നിയോട് അഭിമാനം തോന്നുവാൻ കാരണം ഈ പെൺകുട്ടിയെ ഉത്സാഹിപ്പിക്കുവാൻ, അവിടെ കുറവുകൾ എടുത്ത് പറയാതെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ കാണാതെ കൊണ്ട് ആ പെൺകുട്ടിയെ ഉത്സാഹിപ്പിക്കുവാൻ, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ ഞങ്ങൾ പൂർണ്ണമായും അഭിനന്ദിക്കുന്നു. ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, ബദൽ ക്രിയേഷനിൽ ആ സഹോദരി എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടോ തമ്പനയിലിൽ ഉപയോഗിച്ചതുകൊണ്ടോ എനിക്കൊരു പരിഭവമില്ല. ഇനി എനിക്കെതിരായിട്ട് സംസാരിച്ചാൽ പോലും പരിഭവമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ചെറിയ പ്രായം മുതൽ പഠിച്ച ചില പാഠങ്ങളുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സൂക്ഷിക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ അവരോടൊന്നും പരിഭവിക്കുവാൻ പോകരുത് എന്ന തീരുമാനമുള്ള ആളാണ്. അതുകൊണ്ട് ഈ സഹോദരി എന്നെ വിമർശിച്ചിട്ടില്ല, അതുകൊണ്ട് പരിഭവം ഒട്ടുമില്ല. ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ ഒരു ഫാക്റ്റ് കൊണ്ടുവരുന്നത് എനിക്ക് കിട്ടിയ ചില മെസ്സേജസ്, ചിലർ എന്നോട് പറഞ്ഞു അവർ തെറ്റിദ്ധരിച്ചു പോയി വീഡിയോ കാണാത്തത് കൊണ്ട്, ആ സഹോദരിയുടെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ ഒരു അല്പഭാഗം നിങ്ങളെ കാണിച്ചത്. ആ സഹോദരി എക്സാക്ട്ലി എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ശരിക്കും എൻ്റെ നിലപാടുകൾ സഹോദരിമാരെക്കുറിച്ചുള്ള, സ്ത്രീകളെക്കുറിച്ചുള്ള, അവരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള എൻ്റെ നിലപാടുകൾ എന്താണെന്ന് ആസാദിയുടെ പ്രേക്ഷകരോട് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ആസാദിയുടെ പ്രേക്ഷകർക്കറിയാം. 300-നടുത്ത് വിമൻ ഫോർ ജീസസ് പ്രോഗ്രാംസ് നമ്മൾ ആസാദിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഓരോ വിമൻ ഫോർ ജീസസ് പ്രോഗ്രാമിലും സഹോദരിമാരെ ശുശ്രൂഷയിൽ എങ്ങനെ കൈത്താങ്ങൽ കൊടുക്കണം, ഉപയോഗിക്കണമെന്ന് ഞാൻ സ്ഥിരമായി പറയുന്ന ആളാണ്. അതുകൊണ്ട് സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ചോ സഹോദരിമാരെ ബഹുമാനിക്കുന്ന കാര്യത്തിലോ അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തെറ്റും വരുത്തരുത് എന്ന് വളരെ കൃത്യതയോടുകൂടി ചിന്തിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ളത് ആസാദിയുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം. പ്രത്യേകിച്ചും നമ്മുടെ വിമൻ ഫോർ ജീസസിലൂടെ ഒത്തിരി കർത്താവിൻ്റെ ദാസിമാരുടെ ശുശ്രൂഷയെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ, അവരെ ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അവരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ആസാദിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് സാക്ഷ്യം പറയണം, ആസാദി ചാനൽ എങ്ങനെ അവരുടെ ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയെന്ന്. അങ്ങനെ ഉള്ള ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാം. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു വിവാദമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതല്ല. പക്ഷേ ഇപ്പോൾ പലർക്കും അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് അത് തന്നെയല്ല, ഞങ്ങൾ ചർച്ചായിട്ട് ഫാസ്റ്റിങ്ങിലാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുവാൻ പിശാച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കരടിടും. കാരണം നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ പോകണം. അപ്പോൾ ഈ സഹോദരി സതുദ്ദേശത്തോടു കൂടെ ചെയ്ത വീഡിയോ ആണെങ്കിലും നല്ലതാ പറഞ്ഞതെങ്കിലും ഈ പറഞ്ഞതുപോലെ വീഡിയോ കാണാത്തവർ തമ്പനയിൽ മാത്രം കണ്ട് ടൈറ്റിൽ മാത്രം കണ്ട് അവർ പലരും തെറ്റിദ്ധരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ കരട് വീണു, ആ ഒരു വിഷമമുണ്ടായി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ പഠിച്ച ചില ആത്മിക ശീലങ്ങളുണ്ട്. അതിലൊന്ന്, വിമർശനങ്ങളെ ഞാൻ കണ്ട് പരിഭവിക്കാറില്ല, മറിച്ച് ഞാൻ പാലിച്ചിട്ടുള്ള 1-2 ആശയങ്ങൾ പ്രേക്ഷകരുമായിട്ട് പാഠങ്ങളായിട്ട് പങ്കുവെച്ച് തരാം. ഒന്നാമത്തെ ഒരു പാഠം, എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. കോളേജിലേക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കെതിരെ ഒരു ആരോപണം ഒരാൾ പറഞ്ഞു, വളരെ തെറ്റായ ആരോപണമാണ്. എന്നാൽ ഞാൻ അന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ CEM എന്ന് പറയും, ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. ആരോപണം ഈ CEUമായിട്ടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒരു ആരോപണമാണ് വന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അവരോട് എതിർക്കുവാനോ പരിഭവിക്കുവാനോ ഞാൻ പോയില്ല. കാരണം ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, കോളേജിൽ പഠിക്കുകയാണ്, വേദോസത്തിൽ നിന്നൊന്നുമല്ല. ഞാൻ പഠിച്ച ഇംഗ്ലീഷ് പാഠങ്ങളിൽ നിന്ന് ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ഒരു ആംഗലേയ
സാഹിത്യത്തിലെ വളരെ പേരുകേട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ബെർട്രാൻഡ് റസ്സലിൻ്റെ ഒരു ലേഖനം കോളേജിൽ പഠിച്ചത് ഞാനാ പോകുന്ന ക്രൈസിസിലൂടെ പോകുമ്പോൾ എനിക്കൊത്തിരി ബലം തന്നു. വേദപുസ്തകത്തിൽ നിന്നല്ല, ബെർട്രാൻഡ് റസ്സലിൻ്റെ ലേഖനം. ബെർട്രാൻഡ് റസ്സൽ എന്താ പറഞ്ഞതെന്നറിയാമോ? എനിക്ക് നേരെ എറിയുന്ന ചെളി ഞാൻ തുടച്ചു കളവാൻ ശ്രമിക്കാറില്ല. തുടയ്ക്കാൻ ശ്രമിച്ചാൽ ആ ചെളി എൻ്റെ ദേഹത്ത് മുഴുവൻ പറ്റും. പക്ഷേ ഞാൻ നിശബ്ദനായിരിക്കും. കുറേ കഴിയുമ്പോൾ അത് തനിയെ ഉണങ്ങി അടന്ന് മാറിപ്പോകും. അതായത് തുടയ്ക്കാൻ ശ്രമിക്കേണ്ട, നിശബ്ദനായിരുന്നാൽ ആ ചെളി ഉണങ്ങി നമ്മളിൽ നിന്ന് അടർന്ന് വീണു പോകും. ഞാൻ പഠിച്ച ഒരു പ്രിൻസിപ്പിളാണ്. നമുക്കെതിരെ ആളുകൾ ആരോപണങ്ങൾ പറഞ്ഞാൽ, ഞാൻ പിന്നെയും പറയട്ടെ, ഇവിടെ ആ സഹോദരിയിട്ട് വീഡിയോയ്ക്കകത്ത് ആരോപണങ്ങളല്ല, അനുമോദനമാണ്. പക്ഷേ ചിലർ തെറ്റിദ്ധരിച്ചു പോയി. കാരണം എന്താ? ഞാൻ ഈ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്, ചർച്ചയായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ അല്പം വിഷമമിടണം. നമ്മുടെ മനസ്സിലൊരു ചെറിയ കരടിടാനുള്ള പിശാചിൻ്റെ ഒരു പണി. ഇനി ഞാൻ പഠിച്ച ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പറയാം. പിശാച് നമ്മളെ വീഴാനായിരിക്കും തള്ളിയത്, അല്ലേ? നമ്മളെ തള്ളി താഴെ ഇടാനായിരിക്കും തള്ളിയത്. പക്ഷേ അതേ തള്ളൽ നമുക്ക് കയറി പറ്റാത്ത ഉയരത്തിലേക്ക് കയറുവാൻ സഹായിക്കും. അതായത് പിശാച് വീഴാനാ തള്ളിയതെങ്കിലും അതേ തള്ളലിനെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ, മുന്നോട്ട് പോകാൻ പറ്റാതെ. ആ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഊർജ്ജമാക്കി ശത്രു തള്ളിയിടാൻ ശ്രമിക്കുന്നതിനെ നമ്മുടെ ഉയർച്ചയുടെ വളർച്ചയുടെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണയെ, എന്നെ ഒന്ന് തള്ളാൻ, ഒരു കരടിടാൻ ശ്രമിച്ചതിനെ ഒരു നല്ല വീഡിയോ ആക്കി ആസാദി ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് വീഴുകയല്ല, അത് ഉയരുവാനുള്ള ഒരു കാരണമാകും. രണ്ടാമത് ഞാൻ പഠിച്ച ഒരു പ്രിൻസിപ്പിളാണ്. മൂന്നാമത് പഠിച്ച ഒരു പ്രിൻസിപ്പിൾ കൂടെ പറഞ്ഞിട്ട് എൻ്റെ സ്ത്രീപക്ഷവാദം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള നമ്മുടെ ബഹുമാനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് മൂന്നാമത് പഠിച്ച ഒരു അനുഭവം പണ്ട് കേട്ട ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞ കഥയാണ്. ഒരു ചെറുപ്പക്കാരനോട് ഒരു പാസ്റ്റർ പറയുകയാണ്, ക്രിസ്തുവിൽ മരിക്കുക എന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നീ ഒരു ശവക്കോട്ടയിലേക്ക് പോകുക. അവിടെ ചെന്നിട്ട് കുറേ കല്ലറകളെ നോക്കി പുകഴ്ത്തുക, കുറേ കല്ലറകളെ നോക്കി ശപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുക. ഈ ചെറുപ്പക്കാരൻ ഒരു ശവക്കോട്ടയിൽ പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പാസ്റ്റർ അടുക്കൽ തിരിച്ചു വന്നു. അപ്പോൾ പാസ്റ്റർ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ ഇതൊക്കെ ചെയ്തു എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രതികരണവും ഉണ്ടായില്ല. പുകഴ്ത്തിയവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് എന്നെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞില്ല. ചീത്ത വിളിച്ചവരൊക്കെ തിരിച്ചെഴുന്നേറ്റ് വന്ന് ചീത്ത വിളിച്ചുമില്ല. അപ്പോൾ ആ ദേവദാസൻ പറയുകയാണ്, ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും ചലിക്കാതെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതൊക്കെയാണ് ഒരു നല്ല ക്രിസ്തീയ വളർച്ചയുടെ ലക്ഷണം. ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്ററെ പരാമർശിച്ചുകൊണ്ട് പാസ്റ്റർക്കെതിരായിട്ട് വീഡിയോ ഇട്ടിട്ടും അല്ലെങ്കിൽ അനുകൂലിച്ച് വീഡിയോ ഇട്ടിട്ടും പാസ്റ്റർ ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. കാരണം ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും അതൊരു വിഷയമല്ലെന്ന് മനസ്സിലാക്കുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട് ആ മുഖചിത്രം കണ്ട് ആളുകൾക്കുണ്ടായ ധാരണ ഫിന്നി പാസ്റ്റർ എന്തോ സ്ത്രീകൾക്കെതിരെ ഉള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാകാം എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമുണ്ട്. ദൈവം ഒരു മുഴം മുമ്പിലെറിയുന്നവനാണ്. അതായത് ഈ ഒരു വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പേ, ഈ ഒരു തമ്പനയിൽ ആളുകൾ കാണുന്നതിന് മുമ്പേ, അവർ എനിക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ, ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ ഞാൻ ഒരു വചനം ഷെയർ ചെയ്തു. അതായത് 25-ാം തീയതി മോർണിംഗ് സെഷന് ഞാൻ ഷെയർ ചെയ്ത ഒരു വചനമാണ്. ആ വചനത്തിൽ ഞാൻ പറയുകയാണ്, സ്ത്രീകൾ അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, അതെത്ര വലിയ വ്യത്യാസമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്നത്. ആ വചനം
അധികം ആരും കണ്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഇടയിൽ പിശാച് എന്നെ ഒന്ന് നോവിക്കുവാൻ ശ്രമിച്ച ആ ഒരു അനുഭവത്തെ, ആ വചനം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവം ഒരു വഴി തുറന്നിരിക്കുന്നു. ദൈവം മുൻപേർ എറിഞ്ഞു. കാരണം ദൈവത്തിനറിയാം, ഫിനി 25-ാം തീയതി ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, അതാരും കേട്ടിട്ടില്ല. അത് ഭയങ്കര സ്ത്രീപക്ഷപരമാകുന്ന പ്രസംഗമാണ്. അതായത് സഹോദരിമാരെക്കുറിച്ച് മാത്രം പറയുന്ന കുറേ കാര്യങ്ങൾ. അതിനകത്ത് ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, സ്ത്രീകൾക്ക് വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. എബ്രായ ലേഖനം 11 പറഞ്ഞു. ആ വചനം ഹിന്ദി ബൈബിളൊക്കെ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ച് ഉയർപ്പിച്ചു എന്ന അർത്ഥമാണ് ഹിന്ദി ബൈബിളൊക്കെ എഴുതിയിരിക്കുന്നത്. തിരിച്ചു പ്രാപിച്ചു എന്ന അർത്ഥമാണ്. അപ്പോൾ ഞാൻ അന്ന് പ്രസംഗിച്ചൊരു കാര്യം, വേദപുസ്തക ചരിത്രത്തിൽ ഒരു സ്ത്രീ പോലും ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഉയർപ്പിച്ചതായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാണ് എബ്രായർ 11 അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആ മെസ്സേജ് നിങ്ങൾ കേൾക്കണം കേട്ടോ. അതായത് ഏലിശയോ ഏലിയാവോ യേശു നയിനിലെ വിധവയുടെ മകനെയൊക്കെ ഉയർപ്പിച്ചതിൻ്റെ പിന്നിലെ കാരണം, അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഞാൻ ശൂന്യക്കാരത്തി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. എലീശ അവളുടെ മകനെ ഉയർപ്പിക്കുമ്പോൾ ആ ഉയർപ്പിൻ്റെ കാരണം ഏലീശയുടെ കൃപാവരങ്ങളല്ല, ശൂന്യക്കാരത്തി സ്ത്രീയുടെ അസാധാരണ വിശ്വാസമാണ്. ആ മെസ്സേജിൽ ഞാൻ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ചില വീര വനിതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശൂന്യക്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, അവളുടെ ഡിസിഷൻസിൽ സ്ട്രോങ് ആയ ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ട് ആ മെസ്സേജ് കേൾക്കണം. ആ മെസ്സേജിൽ പറയുന്നത്, ഇന്നും സഭകളിൽ ശൂന്യക്കാരത്തിയെപ്പോലെ അല്ല എങ്കിൽ ദബോരയെ പോലെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ, ഞാൻ അലക്സാണ്ടറുടെയും റൂഫോസിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. പൗലോസ് പറയാണ്, അവൾ എൻ്റെയും അമ്മയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഇന്നും സഭയിലുണ്ടെങ്കിൽ സഭയുടെ അന്തരീക്ഷം മാറും, ഒരു റിവൈവൽ ഉണ്ടാകും. കുറേ കാര്യങ്ങൾ അന്ന് പറഞ്ഞു കേട്ടോ, മുഴുവൻ പറയാൻ ഇപ്പം സമയമില്ല. പക്ഷേ ആ വീഡിയോയിൽ പറഞ്ഞ പ്രസക്തമായ ചില ക്ലിപ്പ് മാത്രം ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഹിന്ദി മലയാളം ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ഒരു പക്ഷേ അല്പം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. മലയാളം മാത്രമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ, എന്താണ് ഫിന്നി പാസ്റ്റർ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമെന്ന് ഒന്ന് കേട്ടു നോക്കിക്കേ. ആ മെസ്സേജ് ഫുള്ള് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതായത് 25-ാം തീയതി രാവിലത്തെ മെസ്സേജും വൈകിട്ടത്തെ മെസ്സേജും, ഈ 2 മെസ്സേജിലും പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. അതായത് അമ്മമാർ സഭയ്ക്കകത്ത് എഴുന്നേറ്റാൽ, ദബോരയെ പോലുള്ള അമ്മമാർ എഴുന്നേറ്റാൽ, ഈ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു അമ്മ, അലക്സാണ്ടറുടെ റൂഫോസിൻ്റെ അമ്മ, സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല പൗലോസിന് വേണ്ടി പോലും ഒരമ്മയായി തീർന്ന അമ്മമാർ ഈ കാലഘട്ടത്തിലുണ്ടായാൽ അവരെങ്ങനെയാണ് സഭയുടെ ചരിത്രം മാറ്റുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ രാവിലത്തെ വൈകിട്ടത്തെ മെസ്സേജ് കേൾക്കണം. കാരണം ഞാൻ വിശ്വസിക്കുന്നു അത് 100-300 പേര് കേൾക്കാൻ വേണ്ടി ദൈവം തന്നൊരു മെസ്സേജ് അല്ല. പിശാച് വീഴാനാണ് തള്ളിയത്. പക്ഷേ ആ തള്ളിനെ ഞാൻ ആ മെസ്സേജ് നിങ്ങളിലേക്ക് തള്ളി എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോട് നിർത്തുകയാണ്. ചെറിയ ചെറിയ ക്ലിപ്പുകളൊന്നും കണ്ടാട്ട് ഫുൾ വീഡിയോ കാണേണ്ടവർ താഴത്തെ ലിങ്കിൽ നിന്ന് ഫുൾ വീഡിയോ കണ്ടാട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്നു മുതൽ ഹോളി ലൈഫ് के लिए तैयार हो जाओ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ തയ്യാറാക്കുക. परमेश्वर के वचन में जितने नारियों जिसको प्रभु ने उपयोग किया, ദൈവവചനത്തെ എത്രയോ സഹോദരിമാരെ കർത്താവ് ഉപയോഗിച്ചു. सबके जीवन में അവരുടെ എല്ലാം ജീവിതത്തില് बहुत अमेजिंग कैरेक्टर उनका था. അവരുടെ വലിയ നല്ല അമേസിംഗ് ആയിട്ട് ക്യാരക്ടർ സ്വഭാവം ഉണ്ടായിരുന്നു. അവരെല്ലാം ചെയ്ത് വളരെ വിശേഷ സ്വഭാവം ഉണ്ടായിരുന്നു. साराई हो, സാറായി ആവട്ടെ, റിബേക്ക ആവട്ടെ, യേശുവിന്റെ മാതാവായ മറിയമാകട്ടെ. हेलो, अब क्या सोच रहे हम मरियम को आराधना करता नहीं है, നമ്മൾ ആരും മറിയത്തെ ആരാധിക്കുന്നില്ല. लेकिन धरती में सबसे भाग्यवती स्त्री है मरियम, कोई शंका नहीं. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കൃപ ലഭിച്ച സ്ത്രീയായിരുന്നു മറിയ. दुनिया उनके बारे में कहेगा तुम सबसे धन्य वनिता. വചനത്തിൽ എഴുതി മുഴുവൻ ലോകവും പറയും നീ വളരെ ഭാഗ്യമുള്ള സ്ത്രീ എന്ന്. कोई मरियम को बहुत तारीफ किया. ആരും മറിയത്തെ ഒത്തിരി क्या അഭിനന്ദിച്ചു. तारीफ किया? എന്താണ് പറഞ്ഞത്? यीशु को देखे कहा, യേശുവിനെ നോക്കി പറഞ്ഞു, ये तेरा जैसा बेटा को कोख में रखा माँ और दूध पिलाए माँ कितना धन्य है. നിന്നെ ഉദരത്തിൽ വെച്ച അമ്മ, ഉദരവും അങ്ങനെയുള്ള മാതാവ് എത്ര ഭാഗ്യമുള്ളതാണ്.
നിനക്ക് പാല് കൊടുത്ത നിന്നെ ഉദരത്തിൽ വെച്ച അമ്മ എത്ര ഭാഗ്യമുള്ളവളാ, ഭാഗ്യവതിയാ. तो यीशु ने क्या उत्तर दिया? അപ്പോൾ യേശു എന്താണ് ഉത്തരം പറഞ്ഞത്? ना ना ना, ഒരിക്കലുമല്ല. जो मेरा वचन का पालना करने എന്റെ वाला വചനം പാലിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. उससे बड़ा धन्य है. എന്റെ വചനം പാലിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. पुत्र को कोख में रखा माँ से बड़ा है, പുത്രനെ ആ ഉദരത്തിൽ വഹിച്ച അമ്മയേക്കാൾ വലുതാണ്. पुत्र को दिल में स्वीकार किया लोग. ആമേൻ. പുത്രനെ ഹൃദയത്തിൽ സ്വീകരിച്ച് काफी കൽപ്പനകളെ लोगों का दिल ആചരിക്കുന്നവർ में यीशु नहीं है. അനേകരുടെ ഹൃദയത്തിൽ ഇന്ന് യേശുവില്ല. वो कितना अभागी व्यक्ति है. അവരെത്ര നിർഭാഗ്യമായ വ്യക്തികളാണ്. समझ आ रहे ना? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. हम इसलिए धन्य बन गया क्योंकि पुत्र को स्वीकार करने നമ്മൾ ഭാഗ്യമുള്ളവരായി തീർന്നത് നമ്മള് പുത്രനെ നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. के लिए प्रभु ने हमें मौका दिया. പുത്രനെ ചുംബിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. सो आप बाइबल में देखो कितने महिलाओं का बारे में लिखा. ദൈവവചനത്തിൽ എത്രയോ സഹോദരിമാരെ പറ്റി എഴുതിയിട്ടുണ്ട്. इसका माँ मरियम हो, യേശുവിന്റെ അമ്മ മറിയമാകട്ടെ, हालेलुया, बहुत एक अलग श्रेणी का लोग था. വളരെ വ്യത്യസ്ത ശ്രേണിയിലുള്ളവരാണ്. पवित्रता होलीनेस में बहुत अलग श्रेणी का लोग था. വിശുദ്ധിയില് അവർ വളരെ വ്യത്യസ്ത ശ്രേണിയിലുള്ളവരാണ്. लाइफस्टाइल में अलग श्रेणी का लोग था. അവർ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്ത ശ്രേണിയിലുള്ളവരായിരുന്നു. आप सबको कहना चाहते हैं, അതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. हालेलुया, आप भी ऐसे बन जाओ. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആയിത്തീരുക. पवित्रता में, വിശുദ്ധിയില്, होलीनेस में, വിശുദ്ധിയില്, लाइफस्टाइल में ലൈഫ് സ്റ്റൈലില് प्रभु पसंद करने वाले एक अलग श्रेणी का एक होली वुमन बन जाओ. കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധ സ്ത്രീയായി നിങ്ങൾ മാറുക. इसे बाइबल में काफी नारियों में അങ്ങനെ അനേക സഹോദരിമാരെ പറ്റി പറയുന്നുണ്ട് വചനത്തിൽ. अलेक्जेंडर और रूफोस का मम्मी, അലക്സാണ്ടർ റൂഫോസിന്റെ മാതാവ്. नाम लिखा है क्या बाइबल में? नहीं लिखा है, പേരെഴുതിയിട്ടില്ല नहीं വചനത്തിൽ. लिखा है. लेकिन पौलुस ने एक बार क्या कहा मालूम है? എന്നാൽ പൗലോസ് എന്താണ് പറഞ്ഞത്? എന്റെ മാതാവ്, वो मेरा माँ है. അവർ എന്റെ മാതാവാണെന്നാണ് എഴുതിയത്. पौलुस ने कभी भी പൗലോസ് ഒരിക്കലും यीशु का माँ का बारे में कहा नहीं वो मेरा भी माँ है. कहा क्या? कहा क्या? बाइबल में किधर भी पौलुस लिखा है क्या यीशु का माँ मरियम मेरा भी माँ है? യേശുവിന്റെ അമ്മ മറിയം എന്റെ മാതാവാണെന്ന് പൗലോസ് ഒരിക്കലും വചനം ചെയ്തിട്ടില്ല. अलेक्जेंडर और रूफोस का माँ का बारे में कहा എന്നാൽ അലക്സാണ്ടറിന്റെ രൂഫോസിന്റെ മാതാവിനെ പറ്റി പറഞ്ഞത് मेरा भी माँ जैसे. അവൾ എന്റെയും അമ്മയെ പോലെയാണ്. അമ്മേ. എന്തുകൊണ്ടാണ് इतना ऊंचे स्थान उस माँ को क्यों पौलुस दिया? ഇത്ര ഉന്നത സ്ഥാനം തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പൗലോസ് ആ സ്ത്രീ वो കൊടുത്തത്? माँ उतना एक अच्छा वनिता, एक अच्छा महिला कलीसिया का ऐसे एक स्त्री था. पौलुस जैसे प्रेरित को भी बहुत रेस्पेक्ट हो गया उसके ऊपर. ആ സഹോദരി അത്രേ റെസ്പെക്ട് ഉള്ള ഒരു സഹോദരിയാണ് സഭയിൽ. पौलुस को അതുകൊണ്ട് लगा इनको मैं माँ मानना चाहता हूँ. പൗലോസ് അവന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് ഇവളെ ഞാൻ മാതാവായി കാണുവാൻ ആഗ്രഹിക്കുന്നു. हाँ मेरा माँ जैसे. എൻ്റെ അമ്മയെ പോലെയുള്ള. हालेलुया, धन्यवाद यीशु. ഹല്ലേലൂയ. कितना लोगों की सोचना समझ में आ रही? എത്ര പേർക്ക് വചനം മനസ്സിലാവുന്നു? हालेलुया. आप सबको मैं कहना चाहता हूँ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. अलगदा का लाइफ स्टाइल बिताओ आप. ഒരു വേർപാടിന്റെ ജീവിതം നിങ്ങൾ നയിക്കുക. आपको देखे स्वर्ग कहना चाहिए. നിങ്ങളെ നോക്കി സ്വർഗം പറയണം. इस जमाने में मैं उपयोग करने वाला कोई एक पवित्र स्त्री का रूप में मैं तुझे देख रहा हूँ. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ സ്ത്രീയുടെ രൂപത്തിൽ हन्ना നിങ്ങളെ का കാണുന്നു. जैसे, हन्ना का ഹന്നയെ പോലെ, जैसे, यीशु का माँ मरियम जैसे. യേശുവിന്റെ അമ്മ മറിയം പോലെ. ऐसे कुछ संतानों को धरती में लाने के लिए प्रभु उपयोग करने वाला, ഇങ്ങനെ ചില തലമുറകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് जो धरती का ഉപയോഗിക്കുന്ന बहुत बड़ा आशीष बन गए. അവർ ഭൂമിക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. धन्यवाद यीशु. ഹല്ലേലൂയ. काफी बातों बोलने के लिए मेरे दिल के अंदर. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. बहनों को प्रभु ने बनाया एक स्पेशल रीति में. സഹോദരന്മാരെ കർത്താവ് ഉണ്ടാക്കിയത് വളരെ സ്പെഷ്യലായിട്ടാണ്. बहुत आंसू बहाने का ताकत आप में है. ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവ് കൊടുത്തിട്ടുണ്ട്. आशीष है, അതൊരു അനുഗ്രഹമാണ്. कमजोरी नहीं है. അതൊരിക്കലും നിങ്ങളുടെ ബലഹീനതയല്ല. आंसू बहा के प्रार्थना करना मत सोचो एक कमजोरी. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ ബലഹീനതയായി ചിന്തിക്കരുത്. अगर आप प्रभु को उपस्थिति में रो रो के प्रार्थना कर सकते हैं, നിങ്ങൾ ദൈവസന്നിധി കടന്നു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ आपका प्रार्थना इतिहास को बदलेगा. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ചരിത്രത്തെ വരെ മാറ്റുവാനിടയാകും. ആമേൻ. मैंने काफी साल पहले एक वचन बताया. അനേക വർഷം മുന്നേ ഞാൻ ഒരു വചനം പറഞ്ഞു. अगर आपका घर में प्रार्थना करने वाली एक स्त्री होते तो നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, आपका घर में रो रो के प्रार्थना करने वाली एक स्त्री होते तो നിങ്ങളുടെ ഭവനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, पुराना जमाने का माँ लोगों के बात जानते था. പഴയ കാലത്തിൽ അമ്മമാർക്ക് കാര്യം बहुत അറിയാമായിരുന്നു. रो के बच्चों के लिए प्रार्थना. അവർ കണ്ണുനീരോടെ തന്റെ माँ തലമുറകൾക്ക് का വേണ്ടി പ്രാർത്ഥിക്കും. प्रार्थना कभी भी नष्ट हुआ नहीं. ആ മാതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും जिस നഷ്ടമായി बच्चों का പോകില്ല. माथे पे माँ का आंसू गिरा, ഏത് കുഞ്ഞുങ്ങളുടെ നെറ്റിമേലാണോ മാതാവിന്റെ കണ്ണുനീർ വീണത്,
उस बच्चों में आशीषित होने ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവായിടയാണ്. वाले। कितना गवाही मैंने सुना है। എത്രയോ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. हालेलुया। रात को उनको लगा उनका पैर में हालेलुया कुछ गिर रहे। രാത്രി ചിലർക്ക് തോന്നി അവരുടെ देखा तो माँ കാലിലുണ്ട്. के काट का साइड में बैठ के इसका पैर पकड़ के प्रार्थना कर रहे, प्रभु मेरा बच्चा को आशीषित करो। ആ മാതാവ് കാലിൽ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന്. प्रभु ने ऐसे सृष्टि किया है आपको, കർത്താവ് അങ്ങനെയാണ് സഹോദരിമാരെ दूसरा സൃഷ്ടിച്ചിരിക്കുന്നത്. कोई भी नहीं कर सकते। വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. आप आपका पास्टर को बोलेगा पास्टर मेरे बेटा के लिए प्रार्थना करो, पास्टर कितना प्रार्थना करेगा, उतना बोझ पास्टर को नहीं मिलेगा। നിങ്ങൾ പോയി നിങ്ങളുടെ പാസ്റ്ററോട് പറയാം എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അത്രയും ആത്മഭാരം ഒരിക്കലും പാസ്റ്റർക്ക് ആവശ്യത്തെ കിട്ടുകയില്ല. आपको बोझ दिया, എന്നാൽ ദൈവം നിങ്ങൾക്കാണ് ആ ഭാരം തന്നിരിക്കുന്നത്. गिड़ा के प्रार्थना करो, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. मेरा बच्चा नष्ट होना नहीं, കർത്താവേ എൻ്റെ മക്കൾ നഷ്ടമായി പോകരുത്. मेरे बच्चे को आशीषित करो, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. मेरे पति को आशीषित करो। എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ. ऐसे रोया माँ लोगों का परिवार कभी भी नष्ट हुआ नहीं। അങ്ങനെ കണ്ണുനീരോട് പ്രാർത്ഥിച്ച മാതാക്കളുടെ കുടുംബം ഒരിക്കലും നഷ്ടമായി सबसे പോയിട്ടില്ല. अधिक सुना गवाहियों में से मेरा माँ ने बहुत प्रार्थना करता നമ്മൾ കേട്ട ഒത്തിരി സാക്ഷി അങ്ങനെയാണ്. എൻ്റെ അമ്മാത ഒത്തിരി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ആ കണ്ണുനീര് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. कहा मुझे प्रभु ने एक प्रार्थना करने वाली औरत को दिए, इस कारण से मेरा जिंदगी बच गया। ചിലർ പറയാറുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ തന്നു, അതുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. हालेलुया। ഹല്ലേലൂയ. अगर आपका घर में प्रार्थना करने वाला एक बहन होते तो നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ आपका घर आशीषित होने वाला। നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. इब्रानियों 11वें अध्याय में क्या लिखा है? എബ്രായർ 11 എന്താണ് എഴുതിയിരിക്കുന്നത്? इब्रानियों 11वें अध्याय में लिखा है, स्त्रियों को विश्वास का द्वारा उसका मरे हुए लोगों को वापस जिला के मिला। സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസം മൂലം അവർ മരിച്ചവരെ മടക്കി കിട്ടിയെന്ന് എഴുതിയിരിക്കുന്നു. ആർക്കാണ്? स्त्रियों, സ്ത്രീകൾക്ക്. हालेलुया। स्त्रियों मरे हुए लोगों को वापस जिलाया। छोटा करके बोलेगा तो സ്ത്രീകള് മരിച്ചവരെ പിന്നെയും ജീവിപ്പിച്ചു. स्त्रियों സ്ത്രീകൾ मरे हुए लोगों को विश्वास है। हालेलुया। സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ വിശ്വാസാൽ വീണ്ടും ജീവിപ്പിച്ചു. बाइबल में कोई एक स्त्री को आप दिखा सकते हैं मुझे, ബൈബിളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീകളെ എങ്ങനെ കാണിക്കാൻ കഴിയാമോ? जो मरे हुए किसी को जिला? एक स्त्री को मुझे दिखाओ। മരിച്ച വ്യക്തിയെ ജീവിപ്പിച്ച്. है क्या? बाइबल में स्त्रियों प्रॉफिट से, मिरियम जैसे മിരിയാമിനെ പോലുള്ള പ്രവാചകരുണ്ട്, പ്രവാചിമാരുണ്ട്. कैन यू शो मी ए सिंगल पर्सन, सिंगल इंसिडेंट, एक स्त्री कोई मरे हुए लोगों को जिला है क्या? സ്ത്രീ പോയി മരിച്ചവരെ ഉയർപ്പിച്ചത് नहीं है ना। लेकिन ये वचन में क्या लिखा है? വചനത്തിൽ എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്? इब्रानियों 11 का 35 35. स्त्रियों ने अपने मरे हुए को फिर जीवित पाया। സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ വീണ്ടും ജീവനോടെ പ്രാപിച്ചു. विश्वास के साथ में स्त्रियों ने अपने मरे हुए को जीवित पाया। कहाँ बाइबल में? मैं कहाँ भी देखा नहीं। How it is possible? അങ്ങനെ Hallelujah. സംഭവിക്കുന്നു. നമ്മളെങ്ങനെ The ladies brought their dead people by their faith. അവർ വിശ്വാസം കൊണ്ട് അവർ മരിച്ചവരെ അവർ മടക്കി വാങ്ങിച്ചു. Hallelujah. इसका मतलब क्या है? ഇതിന്റെ അർത്ഥം എന്താണ്? एलिया ने किसी को जिलाया, ഏലിയാവ് ചിലരെ, एलीशा ने किसी को जिलाया, ഏലിശ ചിലരെ यीशु ജീവിച്ചു. ने नाइन का विधवा का बेटा को जिलाया। ആമേൻ. യേശു നയിലിലെ വിധവയുടെ हाँ, മകനെ काफी ജീവിപ്പിച്ചു. लोग जी उठाए। അനേകർ पौलुस ने ഉയർത്തെഴുന്നേറ്റു. किसी को जिलाया है। പൗലോസ് ചിലരെ ഉയർപ്പിച്ചു. हालेलुया। पीटर ने जिलाया है। പീറ്റർ लेकिन ഉയർപ്പിച്ചു. इसका पीछे എന്നാൽ ഇതിന്റെ എല്ലാം आप പുറകില് देखो, एक विधवा, एक लेडी, किसी का आंसू था, അതിന്റെ എല്ലാം പുറകില് ഒരു സഹോദരിയുടെ കണ്ണുനീരുണ്ടായിരുന്നു. तो वो चमत्कार तो होने वाला नहीं। അല്ലെങ്കിൽ ആ അത്ഭുതത്തോടെ നടക്കുകയില്ലായിരുന്നു. हमेशा ग्लोरी हम एलिया को देते। एलिया ने विधवा का बेटा को जिलाया। നമ്മളെപ്പോഴും മഹത്വം ഏലിയാവിന് കൊടുക്കുക. ഏലിയ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. हम ग्लोरी एलिशा को देते। शूनेम वासिनी का बेटा को एलिशा ने जिलाया। ഏലിശയ്ക്ക് നമ്മൾ കൊടുക്കും മഹത്വം. लेकिन हम ये भूल जाते, എന്നാൽ നമ്മളിത് മറക്കുന്നു. हम ये भूल जाते। നമ്മളിത് മറക്കും. हालेलुया। जब बच्चा मरा, കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ काटने के लिए प्लानिंग नहीं बनाया। അവർ കുഴിച്ചിടുവാനല്ല പ്ലാൻ ചെയ്തത്. शूनेवासिनी औरत को देखो। ശൂന്യവാരി സ്ത്രീയെ നോക്കുക. हालेलुया। जब बच्चा मरा, കുഞ്ഞു മരിച്ചപ്പോൾ पति के पास आदमी भेजा, नहीं देखो बेटा मरा है, आप ഭർത്താവിന്റെ जल्दी आ അടുക്കൽ जाओ। ആളയച്ചില്ല. കുഞ്ഞു മരിച്ച് പെട്ടെന്ന് വരാൻ. क्या പിന്നെന്താണ് അവൾ चिट्ठी भेजा? ചെയ്തത്? मुझे जल्दी तैयारी करो, എനിക്ക് എന്നെ പെട്ടെന്ന് തയ്യാറാക്കുക. भविष्यद्वक्ता के पास जाना എനിക്ക് है। പ്രവാചകന്റെ അടുക്കൽ പോകണം. शूनेवासिनी औरत, ശൂന്യകാരിയായ സ്ത്രീ.
वो क्या कहा? എന്താണ് പറഞ്ഞത്? बहुत प्रार्थना करके मिला है, വളരെ പ്രാർത്ഥിച്ചു കിട്ടിയതാണ് എനിക്ക്, बहुत इंतजार के बाद में मिला है, വളരെ കാത്തിരിപ്പിന് ശേഷം ऐसे में ലഭിച്ചതാണ്. जाने नहीं देगा. അങ്ങനെ കടന്നു പോയി अगर प्रभु ने അനുവദിക്കില്ല. दिया आशीष है तो കർത്താവ് തന്ന അനുഗ്രഹമാണെങ്കിൽ शैतान उसको चुरा के लेके जाने के लिए मैं नहीं देगा. പിശാച് കൊണ്ടു അപകരിച്ചുകൊണ്ടോ ഞാൻ കൊടുക്കയില്ല. ആമേൻ. What a bold lady, എത്ര നല്ല സ്ട്രോങ് ആയ ഒരു what ലേഡിയാണ്. a bold lady. അവൾ വളരെ സ്ട്രോങ് ആയ ലേഡിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. उन्होंने क्या किया? അവൾ എന്താണ് ചെയ്തത്? उन्होंने जिस कमरा, जिस कोठरी एलिशा के लिए बनाया, उस कोठरी में बच्चा को लाके उस काट में सुलाया और गधा के ऊपर क्या किया? हालेलुया. एलिशा जहां रहते उस तरह गया. ഏലിസയ്ക്ക് വേണ്ടി ഒരുക്കിയ മാളിക മുറിയിലെ ആ കട്ടിലിൽ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവൾ കഴുതയിൽ കൂടി കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് എലിശയുടെ അടുക്കൽ. एलिशा कहां था तभी? ഏലിശ എവിടെയായിരുന്നു അപ്പോൾ? कौन सा पहाड़ है? ഏത് പർവ്വതത്തിലായിരുന്നു? कर्मेल. കർമ്മേൽ. हालेलुया. अब एलिशा पूछा क्या हो गया तेरा? അപ്പോൾ ഏലിശ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി? ये स्त्री एलिशा के पास आके क्या कहा मालूम है? ഈ സ്ത്രീ എലിശയുടെ അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത്? हे परमेश्वर का दास, ദേവദാസനെ, हाँ स्वामी, यजमान ने ना मुझे धोखा देना नहीं है. ഞാൻ പറഞ്ഞു എന്നെ ചതിക്കരുതേ. मतलब क्या है, बच्चा नहीं था, मैं ऐसे ही जी रहा था, तभी आप परमेश्वर आपने बच्चा देने के बाद में क्यों वापस ले रहे? അതിന്റെ അർത്ഥം ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുകയായിരുന്നു, കുഞ്ഞുങ്ങളെ തന്നതിന് ശേഷം എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കുന്നത്? टेम्पररी नहीं है. കർത്താവ് തന്ന ഒരിക്കലും ടെമ്പററി അല്ല. आप क्लेम करके प्रार्थना कर सकते हैं. നിനക്ക് അതിനെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും. आशीष को കർത്താവ് നീ എന്ന അനുഗ്രഹത്തെ शक्ति चुराने के लिए मैं नहीं देगा. ഒരു ശക്തിയും എടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആമേൻ. स्ट्रांग लेडी, എത്ര സ്ട്രോങ് ആയ ഒരു ലേഡിയാണ്. स्ट्रांग लेडी, വളരെ സ്ട്രോങ് ആയ ഒരു സഹോദരി. അവൾ തയ്യാറല്ല വിട്ടുകൊടുക്കുവാൻ. एक स्ट्रांग स्त्री वो तैयार नहीं है, उनका आशीषों को चोट देने के लिए तैयार नहीं. തന്റെ അനുഗ്രഹത്തെ വിട്ടുകൊടുക്കുവാൻ സ്ട്രോങ് ആയ ലേഡി തയ്യാറായിരുന്നില്ല. उनकी आशीषों फ्री मिला नहीं, അവിടെ അനുഗ്രഹം ഫ്രീ ആയിട്ട് ലഭിച്ചതല്ല. बहुत समय के बाद में मिला हुआ, बहुत इंतजार के साथ बाद में मिला हुआ आशीष है. വളരെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ അനുഗ്രഹമാണ്. She is fighting to get it back. അത് ആ അനുഗ്രഹത്തെ മടക്കി വാങ്ങുവാൻ അവൾ യുദ്ധം ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. क्यों वो लड़का जी उठा? എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ മകൻ? एलीशा के पास 2 गुना अभिषेक, इसलिए ഏലിശയ്ക്ക് 2 ഇരട്ടി അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. एलीशा को प्रकट भी नहीं हुआ ये क्या हो रहे? ഏലിശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും പ്രകടമായില്ല. नहीं, इसलिए नहीं जी उठा बच्चा. ആ മകൻ ഉയർത്തുന്നതുകൊണ്ടല്ല, जी उठा. ആ മകൻ ഉയർത്തത് स्त्री एक असाधारण विश्वास के साथ में खड़ा था. അസാധാരണമായ വിശ്വാസത്തോടെ അവന്റെ മാതാവ് उस स्त्री ने कहा ये मुझे वापस चाहिए. ആ മാതാവ് പറയുകയാണ്, എനിക്ക് ഇതിനെ മടക്കി വേണം എന്റെ മകനെ. ആമേൻ. अलका लमा शखमन रमताना. കർത്താവേ സ്തോത്രം. एलिया का सामर्थ्य से उस बच्चा जी उठा नहीं. ഏലിയാവിന്റെ ശക്തി കൊണ്ടല്ല उस विधवा औरत ने कहा ഉയർത്തത്. ആ വിധവയായ സ്ത്രീ हालेलुया, പറഞ്ഞു, क्यों मेरा जीवन में हुआ? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു? हालेलुया. लाजर क्यों जी उड़ा? ലാസർ എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്? वो बहनों, ആ സഹോദരിമാര് मार्ता और मरियम, മാർത്തയും മറിയയും. मैं आपको भी कहना चाहता हूँ, ഞാൻ നിങ്ങളോട് घर പറയുന്നു, पे कुछ अच्छा बहन होना चाहिए, ഭവനത്തിൽ നല്ല कोई സഹോദരി अच्छा माँ होना ഉണ്ടായിരിക്കണം, നല്ല चाहिए, മാതാവ് कोई अच्छा ഉണ്ടായിരിക്കണം, पत्नी होना चाहिए, നല്ല ഭാര്യമാരുണ്ടായിരിക്കണം. जिसका आंसू घर का मरे हुए अवस्था को बदलेगा. അവരുടെ ആ കണ്ണുനീര് ആ ഭവനത്തിന്റെ മരിച്ച അവസ്ഥകളെ മാറ്റുവാനിടയാകും. कलीसिया के लिए अच्छा माँ लोग होना चाहिए, ദൈവസഭയ്ക്ക് വേണ്ടി നല്ല മാതാക്കൾ सेवकाई ഉണ്ടായിരിക്കണം. करने वाले परमेश्वर के बच्चों के लिए अच्छा माँ लोग होना चाहिए. ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർക്ക് വേണ്ടി നല്ല മാതാവ് ഉണ്ടായിരിക്കണം. कैसे अलेक्जेंडर रूफोस का मम्मी അലക്സാണ്ടർ രൂപോസിന്റെ മാതാവ് पौलुस का भी मम्मी बन गया. പൗലോസിന്റെ മമ്മിയായി सेवकाई തീർന്നതുപോലെ करने वाले परमेश्वर के दासों के लिए माँ का जैसे दिल रख के प्रार्थना करने वाला कुछ बहनों होना जरूरी है. ശുശ്രൂഷ ദേവദാസന്മാർക്ക് വേണ്ടി അമ്മയെ പോലെ പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. Hallelujah. Thank you, Holy Spirit. ആമേൻ, 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 ഹല്ലേലൂയ. दबोरा ദെബോര नाइयों का पुस्तक 5 अध्याय में लिखा है, ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, जब तक मैंने माँ बन के नहीं उठा, എപ്പോൾ വരെ മാതാവായി ദെബോര എഴുന്നേറ്റില്ല അതുവരെ. जब तक मैंने माँ बन के हालेलुया नहीं उठा. മാതാവായി ദെബോര എഴുന്നേൽക്കുന്നത് വരെ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. हालेलुया. धन्यवाद यीशु.
जब मां बनकर दबोरा उठा, ഒരു മാതാവായിട്ട് ദെബോര എഴുന്നേറ്റപ്പോൾ, जब मां बनकर दबोरा उठा, ഒരു മാതാവായി ദെബോര എഴുന്നേറ്റപ്പോൾ देश में एक असाधारण एक युवा भी उठ के आया। ആ ദേശത്ത് അസാധാരണമായ ഒരു വ്യക്തി, ഒരു യുവാവ് എഴുന്നേൽക്കുകയായി. दबोरा का कॉक से नहीं, ദെബോരയുടെ ഉദരത്തിൽ നിന്നല്ല, कि प्रार्थना का कमरे से അവളുടെ പ്രാർത്ഥനയുടെ റൂമിൽ നിന്ന് असाधारण योद्धा बाहर ഒരു आया। അസാധാരണമായ ഒരു യോദ്ധാവ് എഴുന്നേൽക്കുകയിടയായി. पौलुस अलेक्जेंडर रूफोस का माँ को क्यों उनका माँ बुला रहे? പൗലോസ് എന്തുകൊണ്ടാണ് അലക്സാണ്ടർ രൂഫോസിന്റെ മാതാവിനെ തന്റെ മാതാവെന്ന് വിളിക്കുന്നത്? अलेक्जेंडर रूफोस के लिए वो माँ प्रार्थना करेगा, जरूर प्रार्थना करेगा, അലക്സാണ്ടർ രൂഫോസിന് വേണ്ടി തീർച്ചയായും അവന്റെ മാതാവ് പ്രാർത്ഥിക്കും. लेकिन എന്നാൽ अभी पौलुस कर रहे वो मेरा भी माँ है। പൗലോസ് പറയുകയാണ് അവൾ എന്റെയും മാതാവാണ്. पौलुस को फील हो गया, കാരണം പൗലോസിന് മനസ്സിലായി सिर्फ अलेक्जेंडर रूफोस के लिए नहीं है, അവർ അലക്സാണ്ടർ രൂഫോസിന് വേണ്ടി मेरा മാത്രമല്ല, जैसे परमेश्वर का दास को भी बेटा मान के वो मेरे लिए भी प्रार्थना कर എന്നെ പോലുള്ള ദേവദാസനെ മകനാക്കി എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. ആമേൻ. कलीसिया में माँ लोग होना चाहिए, ദൈവസഭയിൽ മാതാക്കന്മാർ എഴുന്നേൽക്കണം. नौजवानों के लिए रो रो के प्रार्थना करना, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ सेवकाई വേണ്ടി. में नया जो उठ के आने वाला, हालेलुया, सेवकों को एक आत्मिक योद्धा बनाने के लिए रो रो के प्रार्थना करने वाला कोई माँ लोग कलीसिया में होना चाहिए। ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതുതായിട്ട് എഴുന്നേൽക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില മാതാക്കൾ ദൈവസഭയിൽ का ഉണ്ടായിരിക്കണം. बच्चों के लिए माँ प्रार्थना करेगा, സ്വന്തം മക്കൾക്ക് വേണ്ടി തന്റെ മാതാവ് लेकिन പ്രാർത്ഥിക്കും. कलीसिया का बच्चों के लिए अगर प्रार्थना करने के लिए मन है तो इसका मतलब ദൈവസഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ वो അതിന്റെ एक അർത്ഥം असाधारण महिला है। കാരണം അവൾ വ്യത്യസ്തമായ ഒരു वो സ്ത്രീയാണ്. ऐसे महिलाओं को चाहते कलीसिया കർത്താവ് അങ്ങനെയുള്ള സഹോദരിമാരെ ദൈവസഭയിൽ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. प्रार्थना करो, प्रार्थना പ്രാർത്ഥിക്കാം. करो, ഹല്ലേലൂയ. रो रो के प्रार्थना करो, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. हालेलुया, हालेलुया, हालेलुया। प्रभु आंसू पोंछने वाला है, കർത്താവ് നമ്മുടെ കണ്ണുനീരെ തുടയ്ക്കും. दिन रात आंसू बहाने वाला परमेश्वर का बच्चा। രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതല്ലേ. मुझे जानते हैं काफी देशों में എനിക്കറിയാം അനേക कुछ ദേശങ്ങളിൽ माँ लोगों का प्रार्थना रिवाइवल लाया, ചില മാതാക്കളുടെ പ്രാർത്ഥന അവിടെ വലിയ ഉണർവ് कुछ കൊണ്ടുവന്നു. माँ लोगों का प्रार्थना काफी देशों में जागृति लाया। അനേക മാതാക്കളുടെ പ്രാർത്ഥന പലയിടത്തും ഉണർവിനെ കൊണ്ടുവരികയായി. माँ लोग प्रार्थना करना शुरू करो, മാതാക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. कलीसियों में रिवाइवल आने वाला, ദൈവസഭകളിലേക്ക് കർത്താവ് ഉണർവിനെ नौजवानों അയക്കും. उठ के खड़ा होने वाला, ചെറുപ്പക്കാർ എഴുന്നേൽക്കുവാനിടയായ ദിവസം मरे हुए अवस्था बदलने वाला। മരിച്ച അവസ്ഥകളെല്ലാം क्या आपके മാറുവാനിടയാകും. घर में कोई भी मरा हुआ अवस्था है? നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും മരിച്ച അവസ്ഥയിലുണ്ടോ? कोई भी जान नहीं है, जीवन नहीं है, इसे आत्मिक रूप में मरा हुआ अवस्था है? ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലുണ്ടോ? ജീവനില്ലാത്ത बहन, അവസ്ഥയിൽ. आपकी प्रार्थना എന്നാൽ നിങ്ങളുടെ उस പ്രാർത്ഥന व्यक्ति में जीवन ला ആ सकते हैं। വ്യക്തിയിലേക്ക് ജീവൻ കൊണ്ടുവരികയാകും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. दौड़ दौड़ प्रार्थना कर അല്പസമയം दीजिए, പ്രാർത്ഥിക്കാം. दौड़ दौड़ धन्यवाद दे दीजिए, അല്പസമയം ദൈവത്തിന് दौड़ നന്ദി दौड़ स्तुति കരയറ്റാം. कर दीजिए। അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. हालेलुया, हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. चुप ना रहो, നിശബ്ദമായിട്ടിരിക്കരുത്. तेरा आवाज को बंद मत रखो, നിന്റെ ശബ്ദം അടക്കരുത്. तुराई जैसे तेरा आवाज को उठाओ, കാഹളത്തെ പോലെ നിന്റെ ശബ്ദത്തെ ഉയർത്തുക. ആമേൻ, ആമേൻ. प्रार्थना करो। പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ. जी अपन रूम में बैठा हर व्यक्ति के लिए मैं प्रार्थना करूं, കർത്താവേ അപ്പുറമിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ऑनलाइन अटेंड പ്രാർത്ഥിക്കുന്നു. करने वाले हर व्यक्ति के लिए प्रार्थना ഓൺലൈനിൽ करूं। അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളെയോടും Especially I പ്രാർത്ഥിക്കുന്നു. pray for all the mothers, those who are attending this meeting. പ്രത്യേകമായിട്ട് എല്ലാ മാതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Especially അറ്റൻഡ് हर ചെയ്യുന്ന बहनों के लिए मैं प्रार्थना പ്രത്യേകമായിട്ട് करूं। എല്ലാ സഹോദരിമാരെയും ഓർത്ത് उनका आंसू പ്രാർത്ഥിക്കുന്നു. को प्रभु आप उपयोग करने वाला है, കർത്താവേ അവരുടെ കണ്ണുനീരെ നീ ഉപയോഗിക്കാൻ പോകും. काफी लोगों को छुड़ाने के लिए, അനേകരെ വിടുവിക്കാൻ വേണ്ടി, देश को छुड़ाने के लिए। ദേശത്തെ വിടുവിക്കാൻ വേണ്ടി. हालेलुया। ऐसे अब करने वाले इसके लिए धन्यवाद देते हैं प्रभु जी, കർത്താവേ നീ അങ്ങനെ ചെയ്യാൻ പോകുന്നത് धन्यवाद നന്ദി. देते हैं प्रभु जी। നന്ദി കർത്താവേ. थैंक यू जी।